കസിംബായി ആണ്. അപ്പേ ഞാൻ ഷിപ്പൂട്ടിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ ഇവിടുന്ന് ഒരു കുന്ന് കയറി അങ്ങോട്ട് പോണം. ബംഗളക്കുന്ന് കേട്ടോ പറയാ. അത് കയറി ഇങ്ങനെ പോവുകയാണേ. മൺപാതയിട്ട് റോട്ടിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോവുക ചിപ്പൂട്ടിനെ. ചിപ്പൂട്ടി ഇവിടെ ഒരു ഇസ്ലാമിക സെൻട്രൽ സ്കൂളിലാട്ടോ പഠിക്കുന്നത്. അപ്പം LKG UKG കഴിഞ്ഞ് ഇപ്പൊ 1ാം ക്ലാസ്സിൽ എത്തിട്ടോ. ഇതാണ് അലിഫ് എന്നാട്ടോ അവള് പഠിക്കുന്ന സ്ഥലത്തിന്റെ പേര്. അപ്പൊ അവളവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ 36 സ്കൂളിൽ പോണേ, ഒന്നെങ്കിൽ ഞാൻ കൊണ്ടാക്കണം, അല്ലെങ്കിൽ അവള് സ്കൂളിൽ പോവില്ല. ഉമ്മ കൊണ്ടാക്കി ഒന്നും പോരാ, ഞാൻ തന്നെ കൊണ്ടാക്കണം. അത് നിർബന്ധമാണ്. ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരം ഇവിടെ ഉണ്ടെങ്കിൽ അവളെ കൂട്ടാനും ഞാൻ തന്നെ പോകണം. അങ്ങനെ ചിപ്പുട്ടിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നൊരു കാഴ്ച കേട്ടോ. ഈ പേരാവൂര് ബംഗളക്കുന്നിൻ്റെ ഭാഗത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പേരാവൂർ ടൗണും ഈ ഇങ്ങ് കാണുന്ന സ്ഥലമൊക്കെ നമ്മുടെ കൊട്ടിയൂർ ഭാഗം കേട്ടോ. അതത്രയും ആ മലകളും ആ ഭാഗം കാണുന്നതൊക്കെ കൊട്ടിയൂർ ഭാഗമാണ്. ഇവിടുന്ന് ഇങ്ങനെ ചെമ്മൺ റോഡ് വഴി ഇങ്ങനെ കയറി താഴ്ത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വീടെത്തും കേട്ടോ. അപ്പൊ ഇപ്പോൾ ശരിക്കും നമ്മുടെ വൈശാഖ മഹോത്സവം നടക്കുന്ന നമ്മുടെ കൊട്ടിയൂർ ഭാഗത്തല്ലേ, ആ ഭാഗമാണ് അവിടെ അങ്ങോട്ട് കാണുന്നത്. ഭയങ്കര രസമാട്ടോ ഈ ഒരു കുന്നിന്റെ പൊക്കത്ത് കയറി നിൽക്കുമ്പോൾ. ഞാൻ മുമ്പും ഇവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഞാനും മക്കളുമായിട്ട് വന്നത്. പിന്നെ ഇത് നമ്മുടെ പേരാവൂർ ടൗണിന്റെ കുറെ ഭാഗങ്ങളാണ് ഈ സൂം ചെയ്യുമ്പോൾ കാണുന്നത് കേട്ടോ. മഞ്ഞ് മലകളും മഴ മാറിയപ്പോൾ മഞ്ഞൊക്കെ ഇങ്ങനെ മാറി മലകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ. ഇങ്ങനത്തെ മൺറോഡുകളൊക്കെ ഇപ്പം ഇങ്ങനെ ഭയങ്കര കുറവാട്ടോ. വരുന്ന വഴിക്ക് എൻ്റെ ഓരോ കുസൃതികളാണ്. നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ തൊട്ടാവാടിയിലൊക്കെ തൊട്ടും അതുപോലെ തന്നെ കണ്ണേത്തുള്ളിയൊക്കെ എടുത്തും ഒക്കെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടല്ലേ വരിക. അതൊക്കെ ഇങ്ങനെ ഓർത്തു പോയിട്ടോ. ഇതാ നമ്മുടെ പൂടപ്പഴത്തിൻ്റെ പൂവാട്ടോ. പൂടപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് പൂടപ്പഴത്തിൻ്റെ ഇല. ഇതാട്ടോ പൂടപ്പഴം. ഇത് നല്ല രസമാണ്. എനിക്കിത് കഴിക്കുമ്പോഴേ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഓർമ്മ വരും. അങ്ങനെ ചിപ്പുട്ടിനെ കൊണ്ടാക്കി ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി ഇങ്ങനെ വരിക കേട്ടോ. ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് താഴോട്ട് ഇറങ്ങാനേ തോന്നില്ല, അത്ര ഭംഗിയാണ്. ഈ വീഡിയോ കാണുന്ന പോലെയൊന്നും അല്ല നേരിട്ട് കാണാൻ. നമ്മുടെ പശു അവിടെ മേയുന്നുണ്ട് കേട്ടോ. അവള് ജസ്റ്റ് എന്നെ ഒന്ന് നോക്കി, പിന്നെ എന്നെ കണ്ടപ്പോ ഒന്നും കൂടി നല്ല തീറ്റയാണ്. നല്ല മഴയും തണുപ്പാണ്ട്. അവിടെ ഒരു JCB വാമൻ പുതച്ചു മൂടി കിടപ്പുണ്ട്. നമ്മുടെ കുരുട്ടുപാല എന്ന് പറയുന്ന ഒരു പാലമരത്തിലെ കായ്കനികളാണ് കേട്ടോ ഇത്. എന്തൊരു ഭംഗിയാന്ന് ഒരുക്കി. ഏതോ കുണുക്കിട്ടൊരു അമ്മൂമ്മയുടെ കമ്മല് പോലെ ഉണ്ടല്ലേ. നല്ല ഭംഗിയാട്ടോ അതിന്റെ കായ്കനികൾ കാണാന്. ഇതിന്റെ ഇലയും കൊണ്ട് നമുക്കൊരു ഉപയോഗം എന്താണെന്നറിയുമോ? ഇതിനകത്ത് വൈറ്റ് നിറത്തിലുള്ള ഒരു കറ ലഭിക്കും. ആ കറ നമ്മൾ മുള്ളു കൊണ്ട ഭാഗത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുള്ളൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കേട്ടോ പറയുന്നത്. കൊച്ചൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയും പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.